അല്ല ഗൈസ്, ഇത് ഞാൻ ഒരിക്കലും ചന്ദനം ഇടുന്നതല്ല. ഇത് ഞാൻ വെയിലത്ത് പോകാൻ വേണ്ടി സൺസ്ക്രീൻ ഇടുന്നതാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്. സ്ഥിരമെന്റെ ഡയലോഗ്. ഇവിടെ ഒരു ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള പൂൾ ഉണ്ട്. സെമി സിന്തറ്റിക് പൂൾ എന്നൊക്കെ പറയാം. കാരണം നാച്ചുറൽ ആയിട്ട് വരുന്ന വെള്ളം ഒരു ചെറിയൊരു പൂൾ പോലെ റിസർവിലാക്കി വെച്ചിട്ട് ആക്കിയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ടാണ് പോണേ. അർമേനിയയിലെ വഴികളിലൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷിയാസിന്റെ വീട് ഇവിടെ അടുത്താണ്. ഷിയാസിന്റെ അവിടുന്ന് പിക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറി അവിടെ ഇറങ്ങണം. അപ്പം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസത്തെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം. അപ്പോൾ അവിടെ നിങ്ങളെല്ലാം കാണും. അങ്ങനെ ഞാൻ ഷിയാസോടെ ബസ്സിൽ കയറി കുറച്ചേരം നിന്നു. കാര്യമായിട്ട് ഈ അമ്മച്ചി എന്തോ പറയുന്നുണ്ട്. ഇനി ഫ്രണ്ടിരിക്കുന്ന ചെക്കനെ കമന്റ് അടിച്ച് ഞങ്ങളിങ്ങനെ ബസ്സിൽ എടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. ഞാൻ അവിടെ പോയി ഇരുന്ന് ഫ്രണ്ടിരിക്കുന്ന ഈ ചെക്കൻ കുറെ നേരിട്ട് കിടന്ന് കൂവുന്ന കണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണം അറിയില്ല. അങ്ങനെ ഞാൻ ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിന്റെ ഫെയർ കൊടുത്ത് ഞങ്ങളിങ്ങനെ നടന്ന് കമന്റ് അടിച്ച് വയനോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. സൈഡിൽ പൂവൊക്കെ കാണാം. പാർക്കിന്റെ അകത്തോടെ പോവാം. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന പാർക്ക് ഓപ്പോസിറ്റ് റോഡിലായിരുന്നു. എടാ ഇതല്ലടാ, വഴി ഇതല്ലടാ. ഇവിടെ എല്ലായിടത്തും കൊച്ചു വരച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാണ് ഗൈസ്. ഞാൻ നിന്നെയാണ് ഇടുന്നത്. പാർക്കിലോട്ട് ഇങ്ങനെ നടന്നു ഗൈസ്. എന്തൊരു സമാധാനപരമായ അന്തരീക്ഷമാണ് നോക്കി. നല്ല വെയിലുണ്ടെങ്കിൽ എന്താ നല്ല സമാധാനമുണ്ട്. ഹാപ്പി ആയിട്ടുള്ള കുറെ പീപ്പിൾ. കുട്ടികൾ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ജസ്റ്റ് മിസ്സാണ് ഗൈസ്, ജസ്റ്റ് മിസ്. പിന്നെ ആ പാർക്കിന് ശേഷം ഒരു ഗുഹ പോലുള്ള സംഭവം ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ആ ടണലിന്റെ അകത്തൂടെ ഇങ്ങനെ പോകണം. അത് ക്രോസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന അടുത്ത പാർക്കിലേക്ക് വരും. പിന്നെ ഇതൊരു അബാൻഡൻഡ് ആയിട്ടുള്ള പാർക്കാണ്. ഈ പാർക്കിന്റെ അകത്തൂടാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകുന്നത്. മെസപ്പൊട്ടാമിയൻ കാലത്തെ അവിസ്മരിപ്പിക്കുന്ന ഒരു കവാടത്തിലേക്കായിരുന്നു എന്റെയും ഷിയാസിന്റെയും യാത്ര. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് കുറെ പടിക്കെട്ടും പിന്നെയും കുറെ പടിക്കെട്ടും ഒന്നാം ലോക മഹായുദ്ധത്തെ സ്മരിപ്പിക്കുന്നതുമായ ചില തീവണ്ടികളും അവിടെ കാണാം. ഇവയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണുന്നത്. ഇവിടെ ആദ്യം ഗ്ലാസ് ഒക്കെ എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് എന്നിട്ട് ആ പൊട്ടിയ ഗ്ലാസിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ നടന്ന്, എന്നിട്ട് കാടിന്റെ അതോടെ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് വരും. വളരെ അടുത്താണ്. എന്റെ പൊന്ന് ഗായ്സ്, ഇവിടെ മൊത്തം വെള്ളം കയറി. ഇവിടെ മൊത്തം വെള്ളം കയറി. പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു, പക്ഷെ അവിടെ എല്ലാം വെള്ളം കയറി. മാതാവെ പേടിയാവുന്ന പുല്ല്. ഇവിടെ എൻ്റെ 3ാമത്തെ വർഷം. ഇതുവരെ ഞാൻ ഇത്ര വെള്ളം ഇവിടെ പോകുന്നിട്ടില്ല. ഓൾറെഡി പാലം എന്ന് പറയുന്ന സാധനം ചെറിയ ആടുന്നുണ്ട്. എടാ പോവാ, ഇവിടെ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് വീഴും. വല്ലം കണ്ടനില്ല. ഇവിടെ വരെ ഫുള്ള് കല്ലായിരുന്നു. അപ്പൊ അവിടെ എല്ലാം വെള്ളം കയറി. ഇവിടെ എല്ലാം വെള്ളം കയറി. ഞാൻ പറഞ്ഞ പോണ്ടതോ അതാണ്. ഈ സാധനം ഈ കാണുന്ന അവർ കെട്ടിവെച്ചതാ. നമ്മൾ സാധാരണ അവിടെ ആയിരുന്നു കുളിക്കുന്നത്. ഇറങ്ങിയാലോ? അയ്യോ, ഗൈസ്, അൺസൈക്കബിൾ തണുപ്പെന്ന് വെച്ചാൽ അൺസൈക്കബിൾ തണുപ്പായിരുന്നു വെള്ളത്തിന്. അതിനുശേഷം കുറച്ച് വെയിലത്തൊക്കെ നിന്ന് നല്ലപോലെ ഉണങ്ങി. ചെറുക്കന്മാര് നീന്തി നോക്കിക്കൊണ്ടിരിക്കും. അതേ ഒക്കും. ആ ചെറുക്കന്മാരാണെങ്കിലോ ഞങ്ങളെക്കാട്ടി പേടിച്ചൂറുകളായിരുന്നു. അവന്മാര് വെള്ളത്തിൽ തൊട്ട പോലുമില്ല. നോക്കടാ, എനിക്ക് വേണ്ടത് കടിക്കോ പുല്ല്. എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ക്യാമറ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോയി. ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് ഈ സമയം. അങ്ങനെ വഴി കിടന്ന വണ്ടികളൊക്കെ വായി നോക്കി ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ള തവോക്കി തന്നെ പോയി.
അപ്പോൾ സെയിം മെനു ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സിൽ നിന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ വന്നു, ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ക്യാമറ ഫുൾ ഇങ്ങനെ വെച്ചു.